السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. الصلاة والسلام عليك يا سيدي يا رسول الله. خذ بيدي كلت حيلتي أدركني يا حبيب الله. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, മുജാഹിദ് വിഭാഗം 8 അതിലധികമോ വിഭാഗമായി തുടർന്നു പോകുന്നു എന്ന കാര്യം നമുക്കെല്ലാവർക്കും അറിയാം. അവർ മുന്നോട്ട് വെക്കുന്ന തൗഹീദ് ഓരോരുത്തരും വ്യത്യസ്തമായി കൊണ്ടാണ് പറയുന്നത്. ഒരാളുടെ തൗഹീദല്ല മറ്റൊരു വിഭാഗത്തിന്റെ തൗഹീദ്. ഒരു വിഭാഗം മറ്റൊരു വിഭാഗത്തെ മുശ്രിക്കാക്കിക്കൊണ്ടിരിക്കുന്നു. അതിൽപ്പെട്ട ഒരു പ്രബല വിഭാഗമാണ് വിസ്ഡം ഓർഗനൈസേഷൻ എന്ന് പറയുന്ന ഫൈസൽ മൗലവിയുടെ നേതൃത്വത്തിലുള്ള ഒരു വിഭാഗം. ഇവരുടെ തൗഹീദ് എന്താണ് എന്ന് പഠിക്കാൻ വേണ്ടി ഞാൻ ഒരുപാട് വീഡിയോസുകൾ കാണാനിടയായി. അവസാനം ഇത് പഠിച്ച് എനിക്ക് വട്ടാകുമോ എന്ന് ഞാൻ വിചാരിച്ചുകൊണ്ട് ഞാൻ അവസാനം നിർത്തിവെച്ചു. കാരണം ഒരു വീഡിയോയുടെ തുടക്കത്തിൽ പറയുന്നത് അതിന് നേരെ ഓപ്പോസിറ്റ് ആണ് അതിന്റെ അവസാനം പറയുന്നത്. പരസ്പര വിരുദ്ധമായ കാര്യങ്ങളാണ് പലപ്പോഴും ഇവർ പറഞ്ഞു വെക്കുന്നത്. ഒരു ഉദാഹരണം, ഒരു സാമ്പിളിൽ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. സമസ്തക്കാർ കൊണ്ടുവന്നു അബൗദികമായ സഹായം തേടിയില്ലേ? നമ്മളെന്താ പറഞ്ഞത്? ജിന്നുകളെ സഹായം ഇത് ഉപയോഗപ്പെടുത്തി. ആ സഹായം അബൗദികമായ സഹായമല്ല. അപ്പൊ എങ്ങനെ സഹായിക്കും? അത് ജിന്നുകളുടെ ശക്തി എന്താണോ അതാണ് ഇവിടെ പറഞ്ഞത്. അബൗദിക സമസ്തക്കാർ ഉന്നയിച്ചു. എന്താണ് സമസ്തക്കാർ ഉന്നയിച്ചത്? ബഹുമാനപ്പെട്ട സുലൈമാൻ നബി അലൈഹി സ്വലാം ജിന്നുകളോട് സഹായം ചോദിച്ചിട്ടുണ്ടല്ലോ. അപ്പൊ ജിന്നുകളോടുള്ള സഹായത്തേട്ടം അബൗദികമാണെങ്കിൽ സുലൈമാൻ നബി അലൈഹി സ്വലാം മുശ്രിക്കാവുമല്ലോ എന്നതാണ് സമസ്തക്കാരുടെ ചോദ്യം. ഈ ചോദ്യത്തിന് അദ്ദേഹം കൊടുത്ത മറുപടി, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്ന് പറയുന്ന മറുപടി എന്താണ്? സുലൈമാൻ നബി അലൈഹി സ്വലാം ജിന്നിന് സഹായം തേടി, ശരി തന്നെ. എന്നാൽ അത് ജിന്നുകൾക്ക് അള്ളാഹു നിശ്ചയിച്ച വ്യവസ്ഥ, ആ വ്യവസ്ഥക്കനുസരിച്ച് അവർ സഹായിച്ചു. ആ സഹായം അബൗദികമായ സഹായത്തേട്ടമല്ല. ഒരു കാലത്ത് എല്ലാം അബൗദികമായിരുന്നു. ഈ ജിന്നുകളും മലക്കും എല്ലാം അബൗദികമായിരുന്ന ഒരു വിഭാഗം ഇന്ന് പറയുന്നത് എന്താണ്? അത് അബൗദികമല്ല, അത് ഭൗതികം തന്നെയാണ്. സുന്നികളെ സംബന്ധിച്ചിടത്തോളം ഭൗതികം അബൗദികം എന്നുള്ള വ്യത്യാസമൊന്നുമില്ല. പക്ഷെ അവരുടെ ഭാഷയിൽ അവർ പറയുകയാണ് ജിന്നി എന്ന് പറയുന്നത് അത് അബൗദികമല്ല, അത് ഭൗതികം തന്നെയാണ്. അപ്പോൾ ഓരോ സൃഷ്ടികൾക്കും അള്ളാഹു നിശ്ചയിച്ച വ്യവസ്ഥക്കനുസരിച്ച് അവർക്ക് നൽകിയ ആ കഴിവിനനുസരിച്ച് അവരോട് ചോദിക്കുന്നത് അത് അബൗദികമായ സഹായത്തേട്ടമല്ല. അത് ജിന്നിനോടായാലും മലക്കിനോടായാലും മനുഷ്യരോടായാലും ആരോടായാലും അത്തരം തേട്ടങ്ങളൊന്നും അബൗദിക തേട്ടത്തിന്റെ പരിധിയിൽ വരുന്നതല്ല. അതുകൊണ്ട് തന്നെ അത് ഷിർക്കാവുന്ന പ്രശ്നവും ഇല്ല എന്ന് പറഞ്ഞു. അപ്പൊ നമുക്ക് സമാധാനായി. സുലൈമാൻ നബി അലൈഹി സ്വലാം ഷിർക്ക് ചെയ്തു എന്ന് പറയേണ്ട ആവശ്യമില്ലല്ലോ. കാരണം അത് ജിന്നിന്റെ കഴിവിൽപ്പെട്ട കാര്യമാണ്. സുലൈമാൻ നബി അലൈഹി സ്വലാം അവരോട് ചോദിച്ചു, അതുകൊണ്ട് സുലൈമാൻ നബി അലൈഹി സ്വലാം ഷിർക്ക് ചെയ്തിട്ടില്ല എന്ന് സമാധാനമായി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ വീഡിയോയുടെ പരിപൂർണമായി അതിന്റെ അവസാന ഭാഗത്തേക്ക് എത്തിയപ്പോൾ അവസാനം സുലൈമാൻ നബി അലൈഹി സ്വലാം ഊരാകുടുക്കിൽപ്പെട്ട അവസ്ഥയിലാണ് ഉള്ളത്. അതിന്റെ അവസാന ഭാഗം നിങ്ങളൊന്ന് കേട്ടു നോക്കൂ. അപ്പോൾ ഈ അദൃശ്യമോ അബോധ്യമായ കഴിവുകളൊന്നും വകവെച്ച് കൊടുക്കാതെ തന്നെ ജിന്നുകളുമായി വല്ല ഇടപാടും നടത്തിയാൽ അതുപോലും ഇന്നല്ലെങ്കിൽ നാളെ ഷിർക്കിലെത്തും. അതുകൊണ്ട് ഒരു ബന്ധവും പാടില്ല എന്ന് പഠിപ്പിക്കാൻ അതാണ് നമ്മളിത് പറഞ്ഞത്. ജിന്നുമായി ഇബാദത്ത് മാത്രമല്ല, ദുആ മാത്രമല്ല, പ്രാർത്ഥന മാത്രമല്ല, ഒരു ബന്ധവും പാടില്ല. മുസ്ലിം ജിന്നാവട്ടെ അല്ലാതെ ജിന്നാവട്ടെ ഒരു ബന്ധവും പാടില്ല. എന്തെങ്കിലും ബന്ധമുണ്ടാക്കി ഒരുപക്ഷെ ന്യായം പറയാം, ഞാൻ ജിന്നിന് അബോധിക കഴിവ് വെച്ച് കൊടുക്കുന്നില്ല, അബോധികമായ തേട്ടമില്ല എന്നൊക്കെ പറഞ്ഞാലും ശരി, ആ ബന്ധങ്ങൾ പോലും ഇന്നല്ലെങ്കിൽ നാളെ നിന്നെ ഷിർക്കിലേക്ക് എത്തിക്കും. അതുകൊണ്ട് ഷിർക്കാവാത്ത ജിന്നിനോട് തേടൽ അത് അബൗദിക സഹായ തേട്ടമല്ല, അത് പ്രാർത്ഥനയുടെ പരിധിയിലേക്ക് വരുന്നില്ല എന്നൊക്കെയാണ് മൗലവി നേരത്തെ പറഞ്ഞത്. അതുകൊണ്ട് സുലൈമാൻ നബി അലൈഹി സ്വലാം ഷിർക്ക് ചെയ്തു എന്ന് പറയേണ്ടതില്ല. ഇപ്പൊ ഇവിടെ പറഞ്ഞു വെക്കുന്ന എന്താണ്? ജിന്നിനോട് തേടൽ അബൗദിക സഹായ തേട്ടത്തിന്റെ പരിധിയിൽ വരുന്നില്ല എങ്കിൽ പോലും ഈ ജിന്നി എന്ന് പറയും ജിന്നിനോട് സഹായം ചോദിക്കുന്നത് അത് ഹറാമാണ്, അത് വസീലത്തിന്റെ ഷിർക്കാണ്. ഇത് ഷിർക്കല്ല. ജിന്നിനോട് സഹായം ചോദിക്കൽ ഷിർക്കല്ല എന്ന് ക്ലിപ്പിന്റെ ആദ്യ ഭാഗം പറയുന്നു, വീഡിയോയുടെ ആദ്യ ഭാഗം പറയുന്നു. അത് അബൗദിക സഹായ തേട്ടമല്ല. ജിന്നിനോട് സഹായം ചോദിക്കൽ മനുഷ്യനോട് സഹായം ചോദിക്കുന്ന പോലെ തന്നെയാണ്, അത് അബൗദികം എന്ന പരിധിയിലേക്ക് വരുന്നില്ല എന്ന് പറഞ്ഞ അതേ ആള് അതേ നാവ് കൊണ്ട് പറയുന്നു അത് വസീലത്തിന്റെ ഷിർക്കാണ്. എന്താണ് ഈ വസീലത്തിന്റെ ഷിർക്ക് എന്ന് പറഞ്ഞാൽ? ഷിർക്കിലേക്കുള്ള വഴിയാണ്. അപ്പൊ സുലൈമാൻ നബി അലൈഹി സ്വലാം ജിന്നുകളെ കൊണ്ട് സഹായം തേടിയതും ജിന്നിനോട് സഹായം ചോദിച്ചതും ഒക്കെ എന്തായിരിക്കും? വസീലത്തിന്റെ ഷിർക്കായിരിക്കും. എന്താണ് വസീലത്തിന്റെ ഷിർക്കിന്റെ വിധി? ഹറാമായിരിക്കും. നിങ്ങൾ ചിന്തിക്കണം, ഒരു നബി, അള്ളാഹുവിന്റെ തൗഹീദ് പഠിപ്പിക്കാൻ വന്ന ഒരു നബി ഷിർക്കിന്റെ വസീല ചെയ്തിട്ടാണോ ഇവിടുന്ന് വഫാത്തായി പോയത്? എന്തൊരു മതമാണ് ഇവര് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്?
അള്ളാഹുവിന്റെ തൗഹീദ് പഠിപ്പിക്കാൻ വന്ന ഒരു പ്രവാചകൻ, ഒരു നബി, സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാം. ആ സുലൈമാൻ നബി അലൈഹിസ്സലാമിന് ഷിർക്കും തൗഹീദും അറിയില്ലേ? വസീലത്തി ഷിർക്ക് വരെ ഇവിടെ ചെയ്തു വെച്ചിട്ടാണോ സുലൈമാൻ നബി അലൈഹിസ്സലാം ഇവിടുന്ന് ഇവിടെ പറഞ്ഞു പോകുന്നത്? ഷിർക്കിന്റെ ഒരു ലാഞ്ചന പോലും അതിന്റെ ആ ഭാഗത്തേക്ക് പോലും ചിന്തിക്കാതെ തൗഹീദ് മാത്രം പഠിപ്പിക്കാനാണ് അള്ളാഹുവിന്റെ അമ്പിയാക്കന്മാരെല്ലാവരും വന്നത്. എന്നിട്ട് അതിലെ പ്രബലമായ ഒരു നബിയാകുന്ന ബഹുമാനപ്പെട്ട സുലൈമാൻ നബി അലൈഹിസ്സലാം വസീലത്തുനില ഷിർക്ക് ചെയ്തു എന്ന് പറയാതെ പറയുകയല്ലേ ചെയ്യുന്നത്? എന്തൊരു വിഡിത്തമാണ്. ഒരു വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞതിന് നേരെ ഓപ്പോസിറ്റ് ആണ് ഇതിന്റെ അവസാനമാകുമ്പോഴേക്ക് പറയുന്നത്. നിങ്ങൾ ചിന്തിച്ചു നോക്കൂ, ഇതാണ് മനുഷ്യനിർമ്മിത തൗഹീദിന്റെ അവസ്ഥ. അള്ളാഹു ഇലാഹിയായ ഒരു വദഅാണ് ഈ വിഷയത്തിലുള്ളത്. തൗഹീദ് എന്ന് പറയുന്നത് ആദം നബി അലൈഹിസ്സലാം മുതൽ ഖിയാമത്ത് നാൾ വരെ ഒറ്റ ഒന്നാണ്. അതിൽ രണ്ടഭിപ്രായമോ മൂന്നഭിപ്രായമോ ഇല്ല. ഒരൊറ്റ അഭിപ്രായം, തൗഹീദ്, അള്ളാഹു ഏകനാണ്. ഇലാഹാണെന്ന വിശ്വാസത്തോടു കൂടി തേടുമ്പോഴോ അല്ലെങ്കിൽ ഇലാഹിന്റെ സ്വഭാവ ഗുണങ്ങൾ ഉണ്ടെന്ന വിശ്വാസത്തോടു കൂടി തേടുമ്പോഴേ ഒരു കാര്യം ഷിർക്കാവുകയുള്ളൂ. അതല്ലാതെ ഏതെങ്കിലും ജിന്നിനോട് ചോദിക്കുക അല്ലെങ്കിൽ മലക്കിനോട് ചോദിക്കുക, ഇങ്ങനെ അഭൗതിക ചോദിക്കുക, മറഞ്ഞ വഴി തെളിഞ്ഞ വഴി, ഇങ്ങനെ പറഞ്ഞ് പാവപ്പെട്ട ജനങ്ങളെ കൺഫ്യൂഷൻ ആക്കേണ്ട യാതൊരു ആവശ്യവുമില്ല. നിങ്ങൾ നോക്കൂ, സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ മുന്നോട്ട് വെക്കുന്ന, അഹ്ലുസ് സുന്നത്തി വൽ ജമാഅത്ത് മുന്നോട്ട് വെക്കുന്ന തൗഹീദിന് യാതൊരു ചാഞ്ചാട്ടവുമില്ല. അചഞ്ചലമാണ് ആ തൗഹീദ്. എന്നാൽ ഇവരുടെ തൗഹീദോ 921 അവർ പറഞ്ഞിരിക്കുന്ന തൗഹീദല്ല ഇന്ന് 2024 അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇവരുടെ തൗഹീദിന് മാറ്റം വന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാം തൗഹീദ് എന്ന് പറയുന്ന മാറ്റം വരാൻ പാടില്ലാത്ത സംഗതിയാണ്. ആദം നബി അലൈഹിസ്സലാം കൊണ്ടുവന്ന അതേ തൗഹീദ് തന്നെയാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നത്. തൗഹീദിന്റെ അടിയിൽ വ്യത്യാസമില്ല. അതേസമയം പ്രവാചകന്മാർ തമ്മിൽ ശരീഅത്തിന്റെ കാര്യത്തിൽ വ്യത്യാസമുണ്ടാകും, എന്നാൽ തൗഹീദ് വിഷയത്തിൽ വ്യത്യാസമില്ലല്ലോ. എന്നാൽ ഇവർ 1921 രൂപീകരിക്കപ്പെട്ട സമയത്തുള്ള തൗഹീദല്ല 2024 പറയുന്നതെങ്കിൽ ഇവരുടെ തൗഹീദ് അത് ബാലിശമായ തൗഹീദാണ്, ഇസ്ലാമിന്റെ തൗഹീദല്ല എന്ന് വളരെ വ്യക്തമാണ്. അതുകൊണ്ട് സാധാരണക്കാരായ ആളുകളോട് പറയാനുള്ളത്, നിങ്ങൾക്ക് സ്വസ്ഥമായി ജീവിച്ച് മരണപ്പെട്ടു പോകണം, എന്നാൽ നിങ്ങൾ സുന്നി ആയിക്കോളൂ. എന്നല്ലാതെ ഈ വഹാബിസത്തിന്റെ ഏടാകൂടത്തിൽ കുടുങ്ങിയിട്ട് എത്ര ആളുകളാണ് എന്താണ് തൗഹീദ് എന്നറിയാതെ അല്ലെങ്കിൽ തൗഹീദിന്റെ പേരിൽ കലവില കൂടിയിട്ട് കൺഫ്യൂഷനായി നടക്കുന്ന എത്ര മുജാഹിദുകളാണുള്ളത്. അവർക്ക് സത്യത്തിൽ പുറത്തു പറയാൻ കഴിയാത്തത് കൊണ്ടാണ്. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ ആളുകൾക്കും ഹിദായത്ത് നൽകുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.